ഓം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. നാരായണീയത്തിൽ ദശകം 3 ഭക്തി പ്രാർത്ഥന. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം നാരായണീയവും ശ്രീമദ് ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ. ദശകം 3 ഭക്തി പ്രാർത്ഥന. ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൂ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയേ ഗലുരമന്ദേ പരം മമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഹേ ഭക്താഭീഷ്ടദായകനെ ഗുരുവായൂരപ്പ, നിന്റെ നാമങ്ങൾ ചൊല്ലുകയും നിന്റെ രൂപം ധ്യാനിക്കുകയും നിന്റെ ഗുണഗണങ്ങൾ പാടുകയും കഥിക്കുകയും ചെയ്തുകൊണ്ട് സദാ പരമാനന്ദത്തിൽ മുഴുകിക്കഴിയുന്ന ഏതൊരു ഭക്തനുണ്ടോ അവനെ മാത്രമേ ഭാഗ്യവാന്മാരായി ഞാൻ കരുതുന്നുള്ളൂ എന്നാണ് കവി പറയുന്നത്. ഏത് ഭക്തനാണ് ഭാഗ്യവാൻ എന്ന് കവി ഇവിടെ സ്മരിക്കുന്നു. ഭക്തി നവവിധമാണെന്നും ആ നവവിധ ഭക്തിയിൽ കൂടി ജീവിതം നയിക്കുന്ന ഭക്തനാണ് ഭാഗ്യവാനെന്നും കവി വിചാരിക്കുന്നു. ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, രൂപം സ്മരിക്കുക, അവതാര കഥകൾ പറയുക, കീർത്തിക്കുക, ഈശ്വര സ്മരണയിൽ സഞ്ചരിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ നവവിധ ഭക്തിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആ ഭക്തി കൈവരുന്നവൻ ഭാഗ്യവാന്മാരാണ്. ഇത് ഭാഗവതത്തിലും അറിയിക്കുന്നുണ്ട്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതം വിഷ്ണു ഭക്തി ചിന്നവലക്ഷണം ക്രിയതേ ഭാഗവദ്യദാത്മന്യേതമുത്തമം. ഭാഗവതം 7ാം സ്കന്ധത്തിൽ പ്രഹ്ലാദൻ പിതാവായ ഹിരണ്യകശിപുവിനോട് പറയുന്ന കാര്യം തന്നെയല്ലേ കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭക്തിക്കാധാരമാണ് ഭഗവത് നാമം ജപിക്കുക, ശ്രവിക്കുക, ഭഗവാനെ സ്മരിക്കുക, ധ്യാനിക്കുക, ഭഗവത് കഥകൾ കഥിക്കുക, ഈശ്വരനിൽ മനം വച്ച് സഞ്ചരിക്കുക ഇതെല്ലാം തനിക്കും ചെയ്തു നല്ല ഉത്തമ ഭക്തനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഭക്തിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കവി. ഭക്തിയുണ്ടായാലല്ലേ മുക്തി സാധിക്കൂ, ഭഗവാന് പ്രിയപ്പെട്ടവനാകൂ.
ആ വിചാരം ഈ ശ്ലോകത്തിൽ കാണാം. ഭക്തിയിൽ പരമില്ലൊരു സിദ്ധി, മർണ്യന്തിയുലകിലൊരു ലബ്ധി എന്നതും അദ്ദേഹം സ്മരിക്കുന്നു. അതായത് മനുഷ്യനായി പിറന്നാൽ ലഭിക്കേണ്ട സിദ്ധി ശുദ്ധഭക്തിയാണ്. ആ സിദ്ധിക്കപ്പുറം മറ്റൊന്നും ലഭിക്കേണ്ടതായിട്ടില്ല. എന്തെന്നാൽ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനായി. ഭക്തിയിൽ കൂടി ഭുക്തിയും മുക്തിയും എല്ലാം ലഭിക്കുന്നതാണ്. ആ ഭാഗ്യം എനിക്ക് ലഭിക്കാൻ ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടാകണമേ എന്ന് കവി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസബരേപി, അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരദയാം, ഭവത്പദാംഭോജസ്മരണരസികോ നാമനിവഹാൻ, അഹം ഗായം കുഹജന വിവസ്യാമി വിജനേ. ഗുരുവായൂരപ്പ ഭഗവാനെ, രോഗഗ്രസ്തനായ എനിക്ക് വേദന സഹിക്കാനാവാതെയായിരിക്കുന്നതിനാൽ എൻ്റെ മനസ്സ് അങ്ങയുടെ പാദസേവനം ചെയ്ത് രസിക്കാൻ പോലും കഴിയാതെയായിരിക്കുന്നു. കഷ്ടം തന്നെ വിഷ്ണുദേവ. അങ്ങയ്ക്ക് ഈ ദീനതയിൽ ദയ തോന്നേണമേ. അങ്ങയുടെ ഭജനം പൂർത്തീകരിക്കാനാവാതെ വന്നാലും വല്ല വിജനസ്ഥലത്തും താമസിച്ച് നാമകീർത്തനം ചെയ്തും അങ്ങയുടെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ടും ജീവിക്കണമെന്നാണ് ആഗ്രഹം. വ്യാധി ശമിപ്പിക്കുന്നതിനായി ഭജനത്തിനെത്തിയ കവി വേദന സഹിക്കവയ്യാതെയായി ദുഃഖിക്കുന്നു. ഭജന പൂർത്തി വരുത്താതെ ഗുരുവായൂരിൽ നിന്ന് പോകേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെടുന്നു. എവിടെ വസിക്കാൻ ഇടവന്നാലും ഭഗവത് പാദസേവ ചെയ്യുന്നതിനും നാമകീർത്തനാലാപത്തിനും ആഗ്രഹിക്കുന്നു. അതിന് ഭഗവത് കൃപയുണ്ടാകണമേ എന്ന് യാചിക്കുന്നു. തൻ്റെ രോഗനിവാരണത്തിനും ഭക്തി സംഭവിക്കുന്നതിനും ഭഗവാനോട് കേണപേക്ഷിക്കുന്നു. ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് രോഗശാന്തി വരുത്തണമെന്നുള്ള ആഗ്രഹമാണ് രോഗക്ലേശം കൊണ്ട് ക്ഷേത്രവാസം മതിയാക്കി പോകേണ്ടി വരുമോ എന്ന് ആശങ്കയ്ക്കിടം കൊടുക്കുന്നത്. തീരെ വയ്യാത്ത അവസ്ഥയിൽ എങ്ങനെ ഭജനം നടത്തും? വയ്യ ഗുരുവായൂരപ്പ എന്ന് ക്ലേശിക്കുന്നു, ദുഃഖിക്കുന്നു, ശങ്കിക്കുന്നു. പിന്നെ തീരുമാനിക്കുന്നു, അങ്ങനെ വന്നാൽ എവിടെയെങ്കിലും വസിച്ച് ഭഗവത് ഭജനം തുടരണമെന്നുള്ള ആഗ്രഹവും ഇവിടെ പ്രകടമാകുന്നു. ഇവിടെ ക്ലേശം ഭക്തിയെയും ഭക്തി ക്ലേശത്തെയും തോൽപ്പിക്കാനുള്ള വടം വലി നടത്തുന്നു. ശ്ലോകം 3. കൃപാദേ ജാതാചിത്കിമിവ നഖിലഭ്യം തനുഹൃദാം, മദീയ ക്ലേശൗകപ്രശമനദശാനാമകിയതി, നകേഗേ ലോകേസ്മിൻ അനിശം മയീ ശോകാഭിരഹിതാം, ഭവത്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതി. ഗുരുവായൂരപ്പ, അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരമെടുത്ത ജീവികൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ഈശ്വര കൃപ ലഭിച്ചവന് എന്തും നേടാവുന്നതാണ്. അങ്ങയുടെ കൃപ എന്നിലുണ്ടായാൽ എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? ഹേ ഭഗവൻ, ഈ ലോകത്ത് നിസ്സംഗരും മുക്തരുമായ എത്ര ഭക്തന്മാർ ഒരു ദുഃഖവുമില്ലാതെ പരമാനന്ദമായി കഴിയുന്നുണ്ടല്ലോ. നമസ്തേ. ശ്ലോകം 4 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. നാരായണീയത്തിൽ 3-ാം ദശകത്തിൽ 4-ാം ശ്ലോകം തുടരും നാളെ. നമസ്തേ.